ബമ്പർ വിജയികളെ ഇന്നറിയാം. ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പും പുതിയ സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനവും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും. 20 കോടി രൂപയാണ് ബമ്പർ വിജയിയെ കാത്തിരിക്കുന്നത്. നറുക്കെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപും റെക്കോർഡിലാണ് ടിക്കറ്റ് വിൽപ്പന. സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ ഭാഗ്യക്കുറിയുടെ വിജയികളെ ഇന്നറിയാം. ഉച്ചതിരിഞ്ഞ് 2 മണിക്കാണ് നറുക്കെടുപ്പ്. 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനമായി ഓരോ കോടി രൂപ വീതം 20 പേർക്ക് നൽകും. നറുക്കെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിൽപ്പന കേന്ദ്രങ്ങളിലെല്ലാം ബമ്പർ ടിക്കറ്റ് വിൽപ്പന തകൃതിയായി നടക്കുകയാണ്. ആകെ 50 ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തിയതിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ വിറ്റുപോയത് 45,34,650 ടിക്കറ്റുകൾ. നറുക്കെടുപ്പ് സമയത്തോടടുക്കും തോറും ടിക്കറ്റ് വിൽപ്പനയ്ക്ക് വേഗത കൂടുകയാണ്. 8,87,140 ടിക്കറ്റുകൾ വിറ്റ് പാലക്കാട് ജില്ല ഒന്നാമതും 5,33,200 ടിക്കറ്റുകൾ വിറ്റഴിച്ച് തിരുവനന്തപുരം ജില്ല രണ്ടാം സ്ഥാനത്തുമുണ്ട്. 4,97,320 ടിക്കറ്റുകൾ വിറ്റ് തൃശൂർ ജില്ലയാണ് നിലവിൽ 3-ാം സ്ഥാനത്ത്. 400 രൂപയാണ് ബമ്പർ ടിക്കറ്റിന്റെ വില. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ആഡംബര മൊബൈൽ ഫോൺ മോഡലായ സാംസങ് ഗാലക്സി S25 സീരീസിന്റെ കേരളത്തിലെ ആദ്യ വിൽപ്പന കോഴിക്കോട് പൊറ്റമ്മലിലെ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നടന്നു. വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന AI അസിസ്റ്റൻസ് ആണ് സാംസങ് ഗാലക്സി S25 സീരീസിന്റെ പ്രത്യേകത. ലോഞ്ചിങ് ചടങ്ങിൽ മൈജിയുടെയും സാംസങ്ങിന്റെയും പ്രതിനിധികൾ പങ്കെടുത്തു.